പാലട പ്രഥമൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 200 ഗ്രാം റൈസ് പാലട എടുത്തിട്ടുണ്ട്. പാലട വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം അട ഇതിലിട്ട് വേവിച്ചെടുക്കാം. അട വേവിക്കാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇനി അടയിലെ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നോർമൽ വാട്ടർ ഒഴിച്ച് കഴുകി ഊറ്റിയെടുക്കാം. അടുത്തതായി പാല് തിളപ്പിച്ചെടുക്കാം. പാല് തിളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി ഇല്ലാത്തവര് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്താലും മതിയാകും. ഈ പാത്രത്തിലേക്ക് 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പാല് പാത്രത്തിന്റെ അടിയിൽ പിടിക്കാതിരിക്കാനാണ് നെയ്യും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് തിളപ്പിച്ചെടുക്കാം. 2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. പാല് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുക. പാല് ഒഴിച്ചതിന് ശേഷം പാൽപ്പാട കെട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തുടർച്ചയായി ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാല് തിളച്ച് വരുന്നത് വരയ്ക്കും. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ പാൽപ്പാട പിടിക്കാൻ സാധ്യതയുണ്ട്. പാല് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഇതുവരെ ഉണ്ടായിരുന്ന പാലാണ് കുറുകി ഇതുവരെ ആയിരിക്കുന്നത്. ഇനി നമുക്ക് പാലട ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന പാലട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാലട ചേർത്ത് ഇളക്കി കൊടുക്കാം. അട ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൈയെടുക്കാതെ ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പാലട നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചതാണ്. എങ്കിലും പാലിൽ കിടന്ന് ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കുറുക്കിയെടുക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിപ്പോൾ ഇത് കുറുക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പാലട തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുക. പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷം പായസത്തിലെ തീ ഓഫ് ചെയ്യാം. പഞ്ചസാര ചേർത്തതിന് ശേഷം തീ സിമ്മിലിട്ടാണ് ഇളക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ നെയ്യ് ചേർത്തത് പായസത്തിൽ പാട കിട്ടാതിരിക്കാനാണ്. പിന്നെ ഏലക്കപ്പൊടി ചേർത്തത് പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലട പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പാലട പായസം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.